ഡോക്ടർ എം വി നടേശൻ, അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിലെ ഒറ്റ കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം നേരത്തെ കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, അതെല്ലാം ശുദ്ധ അസംബന്ധമാണ്. കാരണം ത്രിഭാഷ നയം അടിച്ചേൽപ്പിക്കുക, ഈ നാട്ടിൽ നിലനിന്നിരുന്നത് ത്രിഭാഷ നയം തന്നെയാണ്. ത്രിഭാഷയ്ക്കപ്പുറമായി ഭാരതത്തിലെ എല്ലാ ഭാഷകളും പഠിപ്പിക്കാനുള്ള അവസരമാണ് NEP-യിലുള്ളത്. അത് അദ്ദേഹം പിന്നെ NEP-യുടെ കരട് വായിക്കാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ്. പിന്നെ ഈ 2026 മാർച്ചിന് മുമ്പ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ ഇല്ലാതാക്കും എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നയമാണ്. എനിക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധികളോട് അതുപോലെ കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഏറ്റവും വലിയ ഭീകരത നടമാടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇതിന് ഗൗരവത്തിൽ കാണണം. ഇതല്ല എങ്കിൽ പാവപ്പെട്ട വിദ്യാർത്ഥികളെ തെരുവിലിട്ട് അവർ ഇല്ലാതാക്കും, അടിച്ചു കൊല്ലുന്നു. ഇത് നിയമവാഴ്ച തകർന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. അതുകൊണ്ട് ഏതുപോലെയാണോ PFIയെ കൈകാര്യം ചെയ്തത്, ആ നിലയിൽ തന്നെ ഇവിടുത്തെ ഇടതു ഭീകരതയെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ കേരളത്തെ രക്ഷിക്കാൻ പറ്റൂ എന്നൊരൊറ്റ കാര്യമാണ് ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ശരി, ഡോക്ടർ എം വി നടേശൻ.